ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സാമ്പത്തിക പുരോഗതിക്കും ദൈവത്തിൻ്റെ കരുതലിനും വേണ്ടി ഇന്നത്തെ ദിവസം ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്ക്, കടബാധ്യതയിൽ നിന്ന് മോചനം ലഭിച്ചിട്ടില്ലാത്തവർക്ക്, പണത്തിന് കുറവുള്ളവർക്ക്, സാമ്പത്തിക അനിശ്ചിതത്വം മാറാൻ, ജോലിയിലുള്ള പ്രശ്നങ്ങൾ മാറാൻ, ബിസിനസ്സിലുള്ള ബുദ്ധിമുട്ടുകൾ കുറയുന്നതിന്, അപ്രതീക്ഷിതമായ ചെലവുകൾ ഇവയാൽ ഭാരപ്പെടുന്ന നിങ്ങൾ ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. വഴിയില്ലാത്തതായി തോന്നുന്നിടത്ത് അവിടുന്ന് ഒരു പുതിയ വഴി തുറക്കാൻ കർത്താവിന് സാധിക്കും. കർത്താവിൻ്റെ ഹൃദയത്തിൽ നമ്മുടെ ആവശ്യങ്ങളെയെല്ലാം ഏൽപ്പിച്ചു കൊടുത്ത് അവിടുത്തെ സ്തുതിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രഭാതത്തിൽ അവിടുന്ന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി അർപ്പിച്ച് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. സമ്പത്തിൻ്റെ മേഖലയിൽ കർത്താവിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. സാമ്പത്തികമായ എല്ലാ ആവശ്യങ്ങളെയും കർത്താവ് ഇടപെട്ട് സഹായിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യം: എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നൽകും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വഴിയില്ലാത്തിടത്ത് ഒരു പുതിയ വഴി തുറന്നു നൽകുന്ന കർത്താവേ, ഞങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥയിൽ ഒരു മാറ്റമുണ്ടാകാനായി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ പുരോഗതിയില്ലാത്ത എല്ലാവരെയും ഈ പ്രഭാതത്തിൽ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. കർത്താവേ, സമ്പത്തിൻ്റെ കുറവുള്ളവരെ, സാമ്പത്തിക അനിശ്ചിതത്വത്തിൽ ആയിരിക്കുന്നവരെ, ജോലി ചെയ്തിട്ടും ശമ്പളം ലഭിക്കാത്തവരെ, ബിസിനസ്സിൽ അടിക്കടിയുണ്ടാകുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ, തകർച്ചകൾ, നഷ്ടങ്ങൾ, ഇവയിൽ ബുദ്ധിമുട്ടുന്ന എല്ലാവരെയും ഈ പ്രഭാതത്തിൽ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. കടബാധ്യതകൾ മാറാതെ വീണ്ടും വീണ്ടും കടബാധ്യതകളിൽ അകപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അനുഗ്രഹങ്ങളെ വൈകുന്നതിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങൾക്ക് വിടുതൽ ലഭിക്കുന്നതിന്, എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും, സാമ്പത്തിക ക്ലേശങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങൾക്ക് വിടുതൽ ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവർക്ക് നിൻ്റെ പ്രീതി ഇന്നുണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് നേരെ അടഞ്ഞ അനുഗ്രഹത്തിൻ്റെ, സമ്പത്തിൻ്റെ വാതിലുകളെ നീ അത്ഭുതകരമായി തുറന്നു നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിലുള്ള മാന്യം നീ കാണണമേ. അനാവശ്യമായി ഞങ്ങളുടെ സമ്പത്ത് തടഞ്ഞു വച്ചിരിക്കുന്നവർക്ക്, മാസ വരുമാനം തടഞ്ഞു വച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ ഇടപെട്ട് അവരുടെ മേൽ കനിവ് തോന്നി ജോലി ചെയ്യുന്നവർക്കുള്ള ശമ്പളം കൃത്യമായി നൽകുന്നതിന് നിന്റെ ശക്തമായ ഇടപെടലിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ജോലിയിലും ബിസിനസ്സിലും വിജയം നൽകി ഇന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേലുള്ള സാമ്പത്തിക അനുഗ്രഹങ്ങളെ നീ വർദ്ധിപ്പിച്ചു തരണമേ. അസാധ്യമായ സാഹചര്യങ്ങളിൽ കർത്താവേ, അവിടുത്തെ അമാനുഷികമായ ഇടപെടലുണ്ടായി ഞങ്ങളെ നീ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, നിന്റെ അനന്തമായ ജ്ഞാനവും പുതിയ അവസരങ്ങളും കൊണ്ട് ഈ സാമ്പത്തിക പ്രശ്നങ്ങളെ മറികടക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് ബുദ്ധി ഉപദേശിച്ചു തരണമേ.
കർത്താവേ, അറിവില്ലാതെ ഞങ്ങൾ സമ്പത്ത് ചിലവാക്കിയ നിമിഷങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. അനാവശ്യമായി ഞങ്ങൾ സമ്പത്ത് ചിലവാക്കിയതിനെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. ആവശ്യത്തിനു മാത്രം പണം ഉപയോഗിക്കുന്നതിനും കർത്താവേ, ദൈവത്തിൻ്റെ ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. സാമ്പത്തിക പുരോഗതി ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമാണ്. സാമ്പത്തിക അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമാണ്. കർത്താവേ, ഞങ്ങളുടെ സമ്പത്തിൻ്റെ കുറവ് നീ നികത്തണമേ. കർത്താവാണ് നിന്റെ ഇടയൻ, നിനക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്ന് അരുളി ചെയ്ത യേശുനാഥ, ഞങ്ങൾക്കുള്ള എല്ലാ കുറവുകളെയും നീ ഏറ്റെടുത്ത് ഇന്നത്തെ ദിവസം സമ്പത്തിൻ്റെ മേൽ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് നിന്നുപോയ സമ്പത്ത് നീ വീണ്ടും പുനഃസ്ഥാപിച്ച് നൽകണമേ. സാമ്പത്തികമായ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഈ മാസം ആവശ്യമായ സമ്പത്തിനെ നിന്റെ കരങ്ങളിൽ നിന്ന് ഞങ്ങൾ സ്വീകരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നതിന് ആവശ്യമായ സമ്പത്ത്, മക്കൾക്ക് വേണ്ടി ചെലവാക്കാനുള്ള സമ്പത്ത്, കർത്താവേ, നീ തന്നെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്ന് എല്ലാ മേഖലയിലും സാമ്പത്തിക അഭിവൃദ്ധിയും സാമ്പത്തികമായ അനുഗ്രഹങ്ങളും ഇന്ന് കൂടുതലായി ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തടസ്സപ്പെട്ട് കിടക്കുന്ന വരുമാന മാർഗത്തെ നീ പുനഃസ്ഥാപിക്കണമേ. നിന്റെ ശക്തമായ ഇടപെടൽ ഞങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ ഉണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ കരുതലിനും പ്രീതിക്കും വേണ്ടി ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളിലേക്കും സാമ്പത്തിക നിറവ് നൽകി, ശാരീരിക സൗഖ്യം നൽകി, മനസ്സിന് സമാധാനം നൽകി, ഹൃദയത്തിൽ സന്തോഷം നിറച്ച് ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ സമ്പത്തിൻ്റെ മേൽ നീ അഭിഷേകം ചെയ്യുന്നതിനെ ഓർത്ത് പുതിയ അവസരങ്ങളെ നൽകി, പുതിയ അഭിവൃദ്ധി നൽകി, ദൈവപ്രീതിക്ക് ഇന്ന് ഞങ്ങൾ യോഗ്യരാകുന്നതിനു വേണ്ടി കർത്താവെ ഒരു പുത്തൻ അഭിഷേകം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പുത്തൻ ദൈവിക നിറവ് നൽകി ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഇന്നത്തെ ദിവസം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും പ്രത്യേകമായ സാമ്പത്തിക അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ സമ്പത്തിൻ്റെ മേൽ നീ അനുഗ്രഹം ചൊരിയുന്നതിനെ ഓർത്ത്, ഞങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിച്ചു തരുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് കൊടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം സമ്പത്തിൻ്റെ മേൽ ഒരു പുത്തൻ അനുഗ്രഹം ചൊരിഞ്ഞ് സാമ്പത്തിക വർധന നൽകി, വരുമാന മാർഗത്തിൻ്റെ തടസ്സങ്ങൾ മാറ്റി, കൂടുതൽ ജോലി മേഖലകൾ നിനക്ക് നേരെ തുറന്ന്, ബിസിനസ് മേഖലകൾ നിനക്ക് നേരെ തുറന്ന്, കൂടുതൽ സാമ്പത്തിക അവസരങ്ങൾ നിനക്ക് നേരെ തുറന്ന്, കർത്താവായ ദൈവം ഇന്നും എന്നും അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രാർത്ഥന ആവശ്യമുള്ള എല്ലാവർക്കും നിങ്ങൾ അയച്ചു കൊടുക്കുക. സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവർക്കും ഈ പ്രാർത്ഥന അയച്ചു കൊടുക്കുക. ദൈവത്തിൻ്റെ അത്ഭുത ഇടപെടൽ എല്ലാവർക്കും അവിടുന്ന് നൽകും. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.